ഹായ് ഗൈസ്, ഇന്ന് ഞാനൊരു 1 മിനിറ്റ് ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പോവാണ്. ഈ 1 മിനിറ്റിൽ ഇപ്പോൾ സിനിമയിൽ എന്താണ് നടക്കുന്നതെന്നും ഈ 1 മിനിറ്റിന് ശേഷം എന്തായിരിക്കും കഥയിൽ നടക്കാൻ പോകുന്നത് എന്നും പ്രേക്ഷകന് കൺവിൻസ് ആകണം. മാത്രമല്ല കഥാപാത്രം എങ്ങനെയുള്ള ആളാണെന്നും അയാളുടെ സ്വഭാവവും പ്രേക്ഷകന് കണക്റ്റ് ആകണം എന്ന് കരുതി എല്ലാം വിവരിച്ച് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കാനും കഴിയില്ല. ബിക്കോസ് ഇറ്റ്സ് എ 1 മിനിറ്റ് ഷോർട്ട് ഫിലിം. സോ വിത്തൗട്ട് ഡയലോഗിൽ ഇതെങ്ങനെയായിരിക്കണം എക്സിക്യൂട്ട് ചെയ്യേണ്ടതുമെന്നുള്ള എൻ്റെ ഒരു വിഷനും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എഴുതി തുടങ്ങാം. ഇൻറ്റീരിയർ റൂം. പകൽ. വാതിലിനടുത്ത് ഒരു എൻവലപ്പ് കിടക്കുന്നു. ആരോ പുറത്തു നിന്നും വാതിലിന് അടിയിലൂടെ അകത്തേക്കിട്ടതാണെന്ന് വ്യക്തം. നിലത്ത് കിടക്കുന്ന എൻവലപ്പിലേക്ക് നോക്കി നിൽക്കുന്ന പ്രധാന കഥാപാത്രത്തിൻ്റെ ലോ ആംഗിൾ സ്റ്റാറ്റിക് ഷോട്ട്. മിഡിൽ ഏജ്ഡ് മാൻ. ചുണ്ടിൽ സിഗരറ്റ് പുകയുന്നുണ്ട്. എൻവലപ്പിൻ്റെ ക്ലോസപ്പ് ഷോട്ട്. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു. ഇൻറ്റീരിയർ റൂം. അതേ റൂം തന്നെ. സെക്കൻഡുകൾക്ക് ശേഷം അയാൾ എൻവലപ്പുമായിട്ട് കട്ടിലിൽ വന്നിരിക്കുന്നു. തുരുമ്പെടുത്ത് പഴകിയ കട്ടിൽ. എൻവലപ്പ് തുറന്ന് അകത്തു നിന്നും പേപ്പർ എടുത്ത് അദ്ദേഹം നിവർത്തി വായിക്കുന്നു. അതായത് ആ ലെറ്റർ എടുത്ത് അദ്ദേഹം തുറന്ന് വായിക്കുന്നു. കെയ്ൻ ഈസ് സ്റ്റിൽ അലൈവ്. ആദ്യ വരി വായിച്ചതും അലർട്ടായ മട്ടിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഉണരുന്നു. കത്തിലെ വരികളിലൂടെയുള്ള മൂവിങ് എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്സ്. അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ക്ലോസപ്പ് ഷോട്ട്സ്. ആ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഓഡിയൻസിനും അതിലൂടെ തന്നെ കണക്റ്റ് ആവുന്നു. അതായത് കഥാപാത്രത്തെ പോലെ പ്രേക്ഷകരും കത്തിലെ ഉള്ളടക്കം വായിച്ചറിയുന്നു. അതെങ്ങനെയായിരിക്കണം കാണിക്കേണ്ടതെന്നുള്ള അത് ഞാൻ സ്ക്രീനിലൂടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയുമാണ് ആ കത്തിലുള്ളത്. അയാളുടെ മുഖത്ത് നേർത്ത പുഞ്ചിരി. അവസാനത്തെ വരി വീണ്ടും സ്ക്രീനിൽ മറയുന്നു. വാട്ട് ഡു യു റിയലി ഹാവ്. അയാൾ ചുണ്ടിലെരിഞ്ഞ സിഗരറ്റ് എടുത്ത് കെയ്ൻ ഈസ് അലൈവ് എന്ന വരിയിലെ കെയ്ൻ എന്ന നെയിമിൽ കുത്തിക്കെടുത്തുന്നു. ആ ഭാഗം എരിഞ്ഞ് തുള വീഴുന്നു. അതായത് ഇദ്ദേഹത്തിന് വലിയ ഈഗോ ഉള്ള ഒരാളാണെന്ന് ഡോൺ സ്റ്റാൻഡ് സ്റ്റിൽ വിത്ത് യുവർ ഈഗോ എന്ന ആ ഒരു ഡയലോഗിൽ നിന്ന് കൺവിൻസ് ആയി. ഈ കെയ്ൻ എന്ന് പറയുന്നയാൾ ചിലപ്പോൾ അതൊരു കോഡ് നെയിം ആയിരിക്കാം. നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല, കാരണം അവനെ തോൽപ്പിക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ആ ലെറ്ററിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് ഡയലോഗ് പുള്ളിയുടെ ഈഗോ വീണ്ടും ഹർട്ട് ചെയ്യുന്നു. മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. കണ്ണുകളിൽ ദേഷ്യം. മുഖത്ത് ഗൗരവം. മുഖമുയർത്തി അയാൾ നേരെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവിടെ ഓപ്പോസിറ്റുള്ള ഭിത്തിയിൽ വലിയൊരു സ്നൈപ്പർ ഗണ്ണും ഷോട്ട് ഗണ്ണും വെച്ചിരിക്കുന്നത് കാണിക്കുന്നു. ഇൻറ്റീരിയർ വാഷ്റൂം. അവിടുന്ന് കട്ടാവാണ്. വാഷ്റൂം. ഷവർ ഓൺ ചെയ്യുന്ന ക്ലോസപ്പ് ഷോട്ട്. ഷവറിൽ നിന്നും വെള്ളം വീഴുന്ന ക്ലോസപ്പ് ഷോട്ട്. ഓക്കെ, അവിടുന്ന് വീണ്ടും കട്ടാവുന്നു. ഇൻറ്റീരിയർ റൂം. അതേ റൂം തന്നെ. തീരെ ചെറിയ ഇടുങ്ങിയ റൂമാണത്. അത്ര വൃത്തിയില്ല. ഷവറിൻ്റെ ശബ്ദം ഈ സീനിൽ തുടർന്നുള്ള ഷോട്ടുകളിലും കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് ആ ഷവറിൽ അദ്ദേഹം ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ത്രൂ ഔട്ട്. ഈ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ട് അവിടെ അദ്ദേഹം ബ്രഷും പേസ്റ്റും വെച്ചിരിക്കുന്നതിനടുത്ത് ഒരു റോക്കറ്റ് ലോഞ്ചർ ഇരിക്കുന്നത് കാണിക്കുന്നു. അതിൻ്റെ ഒരു ഷോട്ട് കാണിക്കുന്നു. അവിടെ ഭിത്തിയിൽ ചെയിൻസോ മെഷീനും കോമ്പാക്ട് നൈഫുകളും അതുപോലെ വാളുകളും സോഡ്സും വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു സ്റ്റാറ്റിക് ഷോട്ട്. മറ്റൊരു ഷോട്ടിൽ ഒരു സ്നൈപ്പർ ഗണ്ണിൽ അദ്ദേഹം അടിവസ്ത്രം ഉണക്കാനിട്ടിരിക്കുന്നു. അവിടെ മേശപ്പുറത്ത് നിറയെ റിവോൾവറുകളും പിസ്റ്റലുകളും കെയർലെസ് ആയിട്ട് കിടക്കുന്നു. മേശയ്ക്ക് അടിയിൽ നിറയെ ബുള്ളറ്റ്സ് ചിതറി കിടക്കുകയാണ്, കൂടി കിടക്കുകയാണ്. അവിടെയുള്ള വെള്ളം പിടിക്കുന്ന സാധാ നോർമൽ ബക്കറ്റിൽ നിറയെ ഗ്രനേഡ്സ് വെച്ചിരിക്കുന്നു. ഇത്രയും ഷോട്ടുകൾ മാറി മാറി മറിയാണ്. ഇതേ സമയം വാതിലിന് പുറത്ത് എന്തോ ഒരു അനക്കം, ആരുടെയോ പ്രസൻസ്. പെട്ടെന്ന് ഇത്രയും നേരം വാഷ്റൂമിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ഷവറിൻ്റെ ശബ്ദം ഓഫാകുന്നു. ഇവിടെ കട്ട് ബ്ലാക്ക്. ഇവിടെ തിരക്കഥ അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് സ്ക്രിപ്റ്റ്. ശരിക്കും ഈ ലെറ്റർ വരുന്നതിന് മുമ്പേ ഇദ്ദേഹം അവൻ്റെ വരവും പ്രതീക്ഷിച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കൺവിൻസ് ആയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു തിരക്കഥയായിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റ.